ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ ഒരു സന്ധ്യ കൂടെ ഈ ദേവാലയത്തിൽ അരിപ്പാനായിട്ട് ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. വചനം പറയാനുള്ള വലിയ കഴിവുകളോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല. എങ്കിലും ദൈവത്തിൻ്റെ സാക്ഷിയെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ നാവിനെ ദൈവം ബലപ്പെടുത്തണമെന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 2-ന്റെ 47 മുതൽ 52 വരെ. അതിൻ്റെ 52-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, നോമ്പിൻ്റെ ഒരു ദിവസം കൂടി ആലയത്തിലായിരിക്കാനായിട്ട് അവിടെ തന്ന ഭാഗ്യത്തോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേൾപ്പാനായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവേ, വചനം പറയുവാനായിട്ട് എൻ്റെ നാവിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അത് കേൾക്കുന്ന ദൈവജനത്തിന് കർത്താവേ, നിൻ്റെ വചനം ജീവിതത്തിൽ മാർഗദർശികളായി സ്വീകരിപ്പാനായിട്ടുള്ള കൃപയെ കൊടുക്കണമേ. ആരാധനയും മുറ്റുമായി കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. അല്പസമയം കൂടെ നിൻ്റെ സന്നിധി ഇരിക്കട്ടെ. സന്നിധി ബോധം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന എടുത്തനായിട്ട് നന്ദിയോട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശു യെരുശലേമിലെ ദേവാലയത്തിൽ ഉപദേഷ്ടന്മാരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 12 വയസ്സുകാരനായ യേശു ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഉപദേശം കേൾക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കേവലം ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്നവരായി തീരുന്നു. മറ്റുള്ളവർക്ക് നേരെയും മറ്റുള്ളവരുടെ ജീവിതത്തിന് നേരെയും ചോദ്യശരങ്ങൾ ചെയ്യുമ്പോൾ എവിടെയാണ് മറ്റുള്ളവരെ കേൾക്കാനായിട്ട് നാം ശ്രമിക്കുന്നത്? എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു കേൾക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നവനായിരുന്നു. ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അപ്രകാരം ഒരു ജീവിതമാണ്. നമുക്ക് മറ്റുള്ളവരെ കേൾക്കുവാനായിട്ടും അവരെ കരുതുവാനായിട്ടും ഉള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. എല്ലാം അറിയുന്ന ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ പഠനത്തിൽ അവൻ വിനയം കാണിച്ചു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിനയത്തിനുള്ള സ്ഥാനം? നാം പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവം അതിനുള്ള മറുപടി നമുക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: ദൈവമേ, വിനയമുള്ളൊരു ഹൃദയം, ശുദ്ധമായൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. നാം അപ്രകാരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. കാരണം വിനയമുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവിക ആത്മാവ് വസിക്കുകയുള്ളൂ. ദൈവിക ആത്മാവ് വസിക്കുന്ന ഹൃദയത്തിൽ മാത്രമേ ദൈവിക കൃപ വ്യാപരിക്കുകയുള്ളൂ. അപ്രകാരം കൃപ നമ്മളിൽ വ്യാപരിപ്പാനായിട്ട് നാം പ്രാർത്ഥിക്കണം. അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിൽ അന്ധകാരം നിറഞ്ഞ മനസ്സുമായാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. മറ്റുള്ളവരുള്ള ദേഷ്യം, ഈർഷ്യ, പിണക്കം തുടങ്ങിയ മനോഭാവത്താൽ നമ്മുടെ മനസ്സിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. എന്നീ അന്ധകാര ചിന്തകളെ നമ്മൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നുവോ അന്ന് മാത്രമേ ദൈവിക കൃപ നമ്മൾ വ്യാപരിക്കുകയുള്ളൂ. അതിനായിട്ട് നാം ശ്രമിക്കണം. നമ്മൾ എത്ര അറിവുള്ളവരാണേലും ദൈവവചനത്തിൽ വളരുവാനായിട്ട് നാം തയ്യാറായിരിക്കണം. 49-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിൻ്റെ ദൗത്യബോധത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു ദൈവത്തെ എൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് അവൻ്റെ ദൈവിക തിരിച്ചറിവിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്. കേവലം 12-ാമത്തെ വയസ്സിൽ തന്നെ താൻ ആരാണെന്നും താൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ക്രിസ്തുവിനുണ്ടായിരുന്നു. നമുക്കറിയാം എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. പാപികളെ രക്ഷിപ്പാനായിട്ടല്ലേ? തൻ്റെ പിതാവിന് തൻ്റെ പുത്രനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നതുപോലെ ക്രിസ്തുവിൻ്റെ മക്കളായ നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ആ ദൗത്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ആ ദൗത്യത്തെയാണ് നാം അന്വേഷിച്ച് ഇറങ്ങേണ്ടത്. എന്നാൽ ദൈവജനമേ, നാം ഇന്ന് ആ ദൗത്യത്തെയാണോ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്? നാം ഇന്ന് പലപ്പോഴും പദവിയുടെയും പ്രതാപത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ? കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലൗകികമായുള്ള സുഖങ്ങൾക്കും നേട്ടങ്ങളും അതൊക്കെയും വെട്ടിപ്പിടിക്കാനായിട്ട് നാം ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭരണാധികാരി, അലക്സാണ്ടർ ചക്രവർത്തി എന്ന ഭരണാധികാരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. സകലതും വെട്ടിപ്പിടിച്ചു. എന്നാൽ
ഏറ്റവും അവസാനം ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: അധികാരവും അഹംഭാവവും കൊണ്ട് നേടിയെടുക്കുന്നതൊന്നും നിലനിൽക്കുകയില്ല. കാലം കഴിയുമ്പോൾ അവ മൺകട്ടകൾ പോലെ അലിഞ്ഞു പോകും. ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സകല സുഖങ്ങളും അത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ, ഇന്ന് ദൈവം നമ്മെ അതിൽ നിന്നൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റിയിരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. എന്നാൽ ആ അനുഗ്രഹത്തിലൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ മറുതലിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം തന്നതല്ലാതെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല, അല്ലേ? നാം പാടുന്നത് പോലെ പ്രകാരമാണ്: ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എപ്രകാരം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ഇത്രകാലം ജീവിച്ചാലാണ് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ തന്ന ഉപകാരങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചെറിയ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം എന്തെന്ന് നാം അറിഞ്ഞ് ജീവിക്കണം. അപ്രകാരം ജീവിക്കുമ്പോഴാണ് ദൈവിക കൃപ നമ്മളിൽ വ്യാപരിക്കുന്നത്. അവൻ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയും സ്തോത്രവും പറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. തന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴാണ് ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. 51 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ദൈവപുത്രനായിരുന്നിട്ടും ക്രിസ്തു തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുഞ്ഞുങ്ങൾ അനുസരണാശീലം പഠിക്കുന്നത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? മാതാപിതാക്കളിൽ നിന്നാണ്, അല്ലേ? ഒരു പ്രായം വരെ കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത് ആരെയാണ്? മാതാപിതാക്കളെയാണ്. ഇവിടെ 41 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആരാധനയിൽ പങ്കെടുപ്പിക്കുവാനായിട്ടും സൺഡേ സ്കൂളിന് വിടുവാനായിട്ടും മാതാപിതാക്കൾ മുൻകൈ എടുക്കണം. ചെറുപ്രായത്തിൽ തന്നെ ദൈവിക വചനം എന്തെന്ന് അറിഞ്ഞ് ജീവിപ്പാനായിട്ട് അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് ജീവിപ്പാനായിട്ട് അവരെ മാതാപിതാക്കളാണ് തയ്യാറെടുപ്പിക്കേണ്ടത്. ഇവിടെ ക്രിസ്തുവിൻ്റെ അപ്പനും അമ്മയും ക്രിസ്തുവിന് നല്ലൊരു മാതൃകയായിരുന്നു എന്നാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ എവിടെയാണ് നമ്മുടെ യുവാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇരുട്ട് നിറഞ്ഞ ഈ ഒരു ലോകത്തിൽ വെളിച്ചം എന്നത് അവർക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എപ്രകാരമാണ് സാധിക്കുന്നത്? അവർക്ക് മുന്നിലെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവവചനമാണ്. കാരണം നാം പഠിക്കുന്നുണ്ട്, ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്രകാരം അവരുടെ പാതയ്ക്ക് മുന്നിലൂടെ പ്രകാശം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ അവർ ജീവിപ്പാനായിട്ട് സാധിക്കണം. അപ്രകാരം കുഞ്ഞുങ്ങളെ അനുസരണശീലത്തിൽ വളർത്തുവാനായിട്ട് മാതാപിതാക്കൾ ഒരു മാതൃകയായി തീരണം. അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 4 സമ്പൂർണ്ണ വളർച്ചകളെക്കുറിച്ചാണ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ജ്ഞാനത്തിലുള്ള വളർച്ച. എന്താണ് ജ്ഞാനത്തിലുള്ള വളർച്ച? ദൈവിക വചനമനുസരിച്ചുള്ള ജീവിതം. രണ്ടാമത്, ശാരീരികമായ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഈ ലോകത്തിൽ ജീവിച്ചത്, അല്ലേ? പിന്നീട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള വളർച്ച. എന്താണ്? നാം കുറച്ചു മുമ്പേ ചിന്തിച്ചു. അതായത് ദൈവിക ദൗത്യം എന്തെന്നറിഞ്ഞായിരുന്നു ക്രിസ്തു ജീവിച്ചിരുന്നത്. അപ്രകാരം നാമും ദൈവിക ദൗത്യം അറിഞ്ഞ് ജീവിക്കാനായിട്ട്, അപ്രകാരം വളരുവാനായിട്ട് നമുക്കും സാധിക്കണം. പിന്നീട് പറയുന്നുണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള വളർച്ച. എന്താണത്? ക്രിസ്തു തൻ്റെ അപ്പൻ്റെ കൂടെ, തൻ്റെ അമ്മയപ്പന്മാരുടെ കൂടെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കഠിനാധ്വാനം ചെയ്തും ഇങ്ങനെ ജീവിച്ചു പോരുന്നു. മറ്റുള്ളവരോട് നല്ല എളിമയോടുകൂടിയും വിനയത്തോടുകൂടിയും സ്നേഹത്തിലുമാണ്, സമ്പർക്കത്തിലുമാണ് ക്രിസ്തു ജീവിച്ചിരുന്നതെന്നാണ് നമ്മൾ വായിക്കുന്നത്. എവിടെയാണ് ഈ നമ്മുടെ ജീവിതത്തിൽ ഈ എളിമയ്ക്കുള്ള സ്ഥാനം?
ക്രിസ്തുവിൻ്റെ ജനനം പോലും നമുക്കറിയാം. ദൈവപുത്രനായിരുന്നിട്ട് പോലും കാലിത്തൊഴുത്തിലാണ് ക്രിസ്തു ജനിച്ചതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ എളിമയുടെ ജീവിതമാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. നാമും എളിമയിലൂടെ ജീവിക്കാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം അപ്രകാരമാണോ ഇന്ന് ജീവിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും ആരാണ് വലിയവൻ എന്നുള്ള ഒരു മത്സരത്തിലാണ് അല്ലേ. ഞാനാണ് വലുത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആരാണ് വലിയവൻ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വറ്റ സോളമൻ തുടങ്ങിയ വിദ്യരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തിന് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. സിസ്റ്റർ മേരി ബെനീജിയുടെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈനാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വലിപ്പം എത്രത്തോളം നിസ്സാരമാണ് എന്നാണ് കവിയത്രി അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ഈ ഒരു കാലയളവിൽ സ്വയം ഒരു ആത്മശുദ്ധീകരണം വരുത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അപ്രകാരം നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവവചനത്തിൽ വളരുവാനായിട്ടും ദൈവിക ദൗത്യം തിരിച്ചറിഞ്ഞ് അവനെ അനുസരിച്ച് ജീവിക്കാനായിട്ടും അപ്രകാരം ആ സമ്പൂർണ്ണ വളർച്ചയിൽ ദൈവിക കൃപ നമ്മിലേക്ക് കടന്നു വരുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരുന്നു.